Hi, welcome to Lash Class. BA English 6th semester elective course Literature of the Marginalizedലെ മദർ ഫോറസ്റ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ആദിവാസി സമരനായികയായിരുന്ന CK ജാനുവിൻ്റെ അൺഫിനിഷ്ഡ് ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ളൊരു പാർട്ടാണ്. നമ്മളിവിടെ അതിൻ്റെ ഒരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സിൻ്റെ ഒരു നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. ചൈൽഡ്ഹുഡ് ഇൻ ദ ഫോറസ്റ്റ്. CK Janu begins her autobiography by describing her childhood in the forest as a member of the Adiyar tribe. ഇവരുടെ ഓട്ടോബയോഗ്രഫിയിൽ അവരുടെ കുട്ടിക്കാലത്തുള്ള കുറച്ച് ഓർമ്മകളെ കുറിച്ചിട്ടാണ് അവർ ആദ്യം പറയുന്നത്. അഡിയാർ എന്ന ഒരു ട്രൈബൽ വിഭാഗത്തിലെ ഒരു ഗോത്ര വിഭാഗത്തിലെ അംഗം ആയിട്ടാണ് അവർ ജനിക്കുന്നത്. അപ്പോൾ ഈ കാട്ടിൽ ആ ഒരു ഗോത്ര വിഭാഗങ്ങളോടൊത്തുള്ള ജീവിതത്തിലെ കുട്ടിക്കാല ഓർമ്മകളാണ് അവർ പറയുന്നത്. She remembers the working in paddy fields and gathering from the forest were their means of survival. അപ്പോൾ അവർ ഓർക്കുന്നത് പാഡി ഫീൽഡ് അഥവാ നെൽവയലുകളിൽ ജോലി ചെയ്യുന്നതും അതുപോലെ കാട്ടിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിക്കുന്നതും എന്തെങ്കിലും കിഴങ്ങുകളോ അല്ലെങ്കിൽ തേനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നതായിരുന്നു അവരുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത്. The fields belonged to Jenmis and they were paid meager wages for their work. ഇനി ഇവർ ജോലി ചെയ്തിരുന്ന നെൽവയലുകൾ എന്ന് പറയുന്നത് ഇവരുടേതായിരുന്നില്ല, അത് ജന്മിമാരുടേതായിരുന്നു. അങ്ങനെ ജന്മിമാരുടെ വയലുകളിൽ ജോലി ചെയ്യുന്നതിന് അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള കൂലിയാണ് ലഭിച്ചിരുന്നത്. ഡ്യൂ ടു പോവർട്ടി ദേ വോർ ചേലാസ് ഓർ സിംഗിൾ ക്ലോത്ത്. ഇനി അവരുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ചേല എന്ന് പറയുന്നതാണ്, അതായത് ഒരു ഒറ്റ തുണിയാണ്, അതിങ്ങനെ സാരി പോലെ ഉടുക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഒരാൾക്ക് ഒരു ചേലയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, അത് മാറി ഉടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അത്രയും ഒരു ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ചിൽഡ്രൻ ഹു ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ ഓൾസോ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫ്രം എ യങ് ഏജ്. ഇനി അവിടെയുള്ള കുട്ടികളൊന്നും സ്കൂളിലേക്ക് പോയിരുന്നില്ല, അവരെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആരും അവിടെ അന്വേഷിച്ച് വരാറുമില്ല. അപ്പോൾ ആ രീതിയിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികളും ജോലിക്ക് പോകും എന്നുള്ളതായിരുന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ജാനു ഷെയർസ് കളർഫുൾ മെമ്മറീസ് ഓഫ് ഫിഷിംഗ് ആൻഡ് പ്ലക്കിംഗ് ഫ്രൂട്ട്സ്. പിന്നെ എല്ലാ കുട്ടികളുടെയും എന്ന പോലെ അവർക്കും കുറച്ച് സന്തോഷം നിറഞ്ഞ കളർഫുൾ ആയിട്ടുള്ള ഓർമ്മകളുണ്ട്. അവർ ഈ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതും അതുപോലെ തന്നെ ഈ പഴങ്ങൾ പൊട്ടിച്ച് കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അവരുടെ ഓർമ്മകളെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. They lived without electricity or oil lamps and had built air modems to scare away animals. ഇനി അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, സ്വാഭാവികമായിട്ടും അവർക്ക് വിളക്കുകൾ പോലും, മണ്ണെണ്ണ വിളക്കുകൾ പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ ഇങ്ങനെ തീ കായാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമൊക്കെയാണ് അവരുടെ ആകെ വെളിച്ചം എന്ന് പറയുന്നത് രാത്രി സമയത്ത്. പിന്നെ അവർ മരത്തിന് മുകളിൽ ഏറുമാടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ അവരിങ്ങനെ കൊട്ടി ശബ്ദം ഉണ്ടാക്കിയിട്ടൊക്കെ ആണ് ഇരിക്കാറുള്ളത്. ദ ചിൽഡ്രൻ ഓൾസോ ലുക്ക്ഡ് ആഫ്റ്റർ ദ കാറ്റിൽ ഓഫ് ദ ജന്മി. ഇനി ഈ വയലിലെ ജോലിക്ക് പുറമെ ഈ ജന്മിക്ക് കാറ്റിൽ അല്ലെങ്കിൽ കന്നുകാലികളുണ്ട്, അവയെ മേക്കാൻ കൊണ്ടുപോകുന്നതും അവിടെയുള്ള കുട്ടികളായിരുന്നു. വർക്കിംഗ് ആസ് എ മെയ്ഡ്. Her first interaction with the outside society was when she went to work as a maid to look after the baby of a teacher. ഇനി അവർക്ക് പുറം ലോകവുമായിട്ട് ആദ്യം ഉണ്ടാകുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു ടീച്ചറുടെ കുട്ടിയെ നോക്കാൻ വേണ്ടി ഒരു ആയ എന്നുള്ള രീതിയിൽ അവർ ജോലിക്ക് പോകുമ്പോഴാണ്. ഷീ വെന്റ് വിത്ത് ഹെർ മദർ അസ്റ്റോണിഷ്ഡ് അറ്റ് തിങ്സ് ലൈക്ക് ദ മോട്ടോഴ്സ് ഇൻ ദ ഫീൽഡ് ആൻഡ് അൺഫെമിലിയർ റോഡ്സ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്നുകൊണ്ടൊക്കെയാണ് ഇവരിങ്ങനെ ഈ പുറമേക്ക് പോകുന്നത്. അങ്ങനെ ഇവർ പുറത്തെത്തിയതിന് ശേഷം അവിടെ ഇവരുടെ കാട്ടിലുള്ള വയലുകൾ പോലെയല്ല, അവിടുത്തെ വയലുകളിൽ മോട്ടറുകളൊക്കെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്നതിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഈ ഔട്ട്സൈഡ് സൊസൈറ്റിയിലുള്ള ആളുകളെ കാണുമ്പോൾ അവരോട് മിണ്ടാതെ അവരുടെ അടുത്തേക്ക് പോവാതെ മാറി നിന്നുകൊണ്ടാണ് ഇവർ നടന്നിരുന്നത് എന്നുള്ള കാര്യമൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ കൂടെ ഈ ഒരു ടീച്ചറുടെ വീട്ടിലേക്ക് ഇവർ പോകുന്നു. Other tribal girls also worked as such maids and their mothers came once in a while to collect wages. ഇനി ഇവരെ പോലെ മറ്റ് ട്രൈബൽ പെൺകുട്ടികളും ഇതുപോലെ പല വീടുകളിലും കുട്ടികളെ നോക്കുന്നതിനും വീട്ടുജോലിക്കൊക്കെ ആയിട്ട് പോയിരുന്നുള്ള കാര്യം അവർ ഓർക്കുന്നുണ്ട്. ഇനി ഇവരിവിടെ താമസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. ഇവരുടെ അമ്മമാരാണെങ്കിൽ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴൊക്കെ വന്നിട്ട് അവരുടെ വേജസ് അല്ലെങ്കിൽ വേതനം വാങ്ങുകയാണ് ചെയ്യാറുള്ളത്.
She remembers the teacher as friendly and worked there until the teacher got transferred. ഇനി ഇവർ ജോലി ചെയ്തിരുന്ന വീട്ടിലെ ടീച്ചർ എന്ന് പറയുന്നത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ഇവരോട് നല്ല സ്നേഹത്തോടൊക്കെ ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഇവരുടെ കൂടെ ഇവർ പുറത്തേക്ക് പോയിട്ടുണ്ട്, ടീച്ചറുടെ നാട്ടിലേക്ക്. അവിടെ ഒരു പള്ളി കാണാൻ പോയതിനും ആ പള്ളി ഇങ്ങനെ വലിയ ബിൽഡിംഗ് കണ്ടിട്ട് ഒരു അത്ഭുതപ്പെടുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പുറം നാട്ടിലേക്ക് വന്നതിന് ശേഷം അവരിങ്ങനെ ഈ കടകളിലേക്ക് പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ ടീച്ചർ അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അവർ തിരിച്ച് അവരുടെ ഊരിലേക്ക് പോകുന്നത്. 2 വർഷത്തോളം അവരവിടെ ഈ ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നു. വർക്കിംഗ് ഫോർ ദ ജെൻമീസ്. കമ്മിങ് ബാക്ക് ഫ്രം ദ ടീച്ചേഴ്സ് ഹൗസ്, ഷീ വർക്ക്ഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ജെൻമീസ് ലൈക്ക് അതേഴ്സ്. അങ്ങനെ ടീച്ചറുടെ വീട്ടിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇവരും മറ്റുള്ളവരെ പോലെ ജന്മിമാരുടെ വയലുകളിലേക്കാണ് ജോലി എടുക്കാൻ വേണ്ടി പോകുന്നത്. They were terrified of the Jenmis, who never came to the fields and sent men to supervise. ഇനി ജന്മിമാരെ ഇവർ വളരെ ഭയത്തോട് കൂടിയിട്ടാണ് നോക്കിക്കണ്ടിരുന്നത്. ഇവർ ജോലി ചെയ്യുന്ന വയലുകളിലേക്കൊന്നും അവർ വരാറില്ല. അവരുടെ കാര്യസ്ഥന്മാരെയാണ് അതിനുവേണ്ടി അവർ പറഞ്ഞയച്ചിരുന്നത്. They were given കഞ്ഞി ഇൻ പാള പ്ലേസ്ഡ് ഇൻ എ ഡിഗ് പിറ്റ്. മറ്റൊരു കാര്യം ഇവർ ഓർക്കുന്നത്, ഇവർക്ക് ജോലി കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്നത് കഞ്ഞിയാണ്. അതും ഈ മണ്ണിലൊരു കുഴി കുഴിച്ചിട്ട് അതിൽ പാള വെച്ചിട്ട് അതിലാണ് ഇവർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് എന്നുള്ള കാര്യം ഇവർ ഓർക്കുന്നുണ്ട്. They were also made to plow the field with spades when bulls weren't available. മറ്റൊരു കാര്യം അവർ ഓർക്കുന്നത്, ഈ നിലം ഉഴുന്നതിന് വേണ്ടിയിട്ട് കാളകളോ പോത്തുകളോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവർ തന്നെയാണ് കലപ്പ തോളിലേറ്റിയിട്ട് ഈ നിലം ഉഴുന്ന കാര്യം ചെയ്തിരുന്നത്. വളരെ കഠിനമായിട്ടുള്ളൊരു ജോലിയാണ് അത്. These lands were actually converted into farming lands by the tribal forefathers, cutting down trees and mending, but the Jenmis took it all. ഇനി ഈ കാട് പിടിച്ചു കടന്നിരുന്ന ഈ സ്ഥലം ഇങ്ങനെ കൃഷിഭൂമിയാക്കിയത് ശരിക്ക് ഈ ഗോത്ര വിഭാഗത്തില് മുൻപുണ്ടായിരുന്ന ആളുകളാണ്. അവരാണ് ഈ മരം വെട്ടുകയും അവിടെയുള്ള ഈ കുറ്റിച്ചെടികളും മറ്റുമൊക്കെ കത്തിച്ചു കളയുകയൊക്കെ ചെയ്തിട്ട് അത് കൃഷിസ്ഥലമാക്കി മാറ്റുന്നത്. പക്ഷേ ഈ ജന്മിമാര് ആ ഭൂമിയെല്ലാം കൈയടക്കുകയുണ്ടായി എന്നുള്ള കാര്യം അവർ പറയുന്നു. മോർ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. ദെൻ ഷീ ഷെയർസ് ദ മെമ്മറീസ് ഓഫ് വിസിറ്റിംഗ് ഫെസ്റ്റിവൽസ് ഇൻ ഫാർ ഓഫ് ലാൻഡ്സ്. പിന്നീട് അവർ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് ടൗൺ അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഫെസ്റ്റിവൽസിന് പോയിരുന്ന ഒരു അനുഭവത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദേ വുഡ് വാക്ക് ലോങ് ഡിസ്റ്റൻസസ് അറ്റ് നൈറ്റ് ഇൻ ഗ്രൂപ്പ്സ്. ഇവർ കൂട്ടമായിട്ട് രാത്രി ഒരുപാട് ദൂരം നടന്നുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഷീ റിമെമ്പേഴ്സ് ഹെർ ക്യൂരിയോസിറ്റി അബൌട്ട് ദ മാജിക് ഷോ വിച്ച് ഷീ നെവർ വാച്ച്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് മണി. അപ്പോൾ ഫെസ്റ്റിവലിന് പോകുന്ന സമയത്ത് അവിടെ ഉത്സവ പറമ്പിൽ ഈ മാജിക് ഷോ ഉള്ള ഒരു കൂടാരൊക്കെ ഇവർ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നോക്കാറുണ്ട്. അവർക്ക് പക്ഷേ ഒരിക്കൽ പോലും മാജിക് ഷോ കാണാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ടിക്കറ്റ് എടുക്കാനുള്ള പൈസ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. They couldn't buy sweets or drinks either because they were poor. മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ ഉത്സവ പറമ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനുണ്ടായിരിക്കും. അവിടെ ഇങ്ങനെ മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ ഈ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊന്നും ഇവർക്ക് പണമില്ലാത്ത കാരണം കൊണ്ട് വാങ്ങാൻ കഴിയാറില്ല. They could however watch the cyclist and circus which were free. പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു സൈക്കിൾ യജ്ഞക്കാരുണ്ടായിരിക്കും, പിന്നെ ഒരു സർക്കസ് ഉണ്ടായിരുന്നു. അതിന് ടിക്കറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് അത് അവർക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഉത്സവ പറമ്പിൽ ഉണ്ടാവുന്ന അവിടെ വലിയ ബോക്സ് ഒക്കെ വെച്ചിട്ട് അതിനകത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ആൻഡ് ബൈ ബാംഗിൾസ് ആൻഡ് അതർ ചീപ്പ് കോസ്മെറ്റിക്സ്. പിന്നെ അത്ര വിലയില്ലാത്ത ഈ കുപ്പിവിളകളും അതുപോലെ തന്നെ കൺമഷി, ചാന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ വാങ്ങാറുണ്ട്. She tells us that there were no such gods as she saw in the festivals in their community. ഇനി ഈ ഉത്സവങ്ങൾക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് പോസ്റ്ററുകളൊക്കെ ഇവർ കാണാറുണ്ട്. കുറെ സിനിമാ നടന്മാരുടെ, കുറെ രാഷ്ട്രീയക്കാരുടെ, പിന്നെ കുറെ ഉള്ളത് ഈ ദൈവങ്ങളുടെ പോസ്റ്ററുകളൊക്കെയാണ്. അപ്പോൾ ഇത്തരം ദൈവങ്ങളൊന്നും അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഇല്ല എന്നുള്ള കാര്യം അവർ ഓർക്കുന്നുണ്ട്. They used to worship a rock under a tree with their rituals. അവര് ആരാധിക്കാറുള്ളത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിനെയാണ് അവർ ആരാധിക്കാറുള്ളത്. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള റിച്വൽസ് ഉണ്ട്. അതായത് ഈ ഓടക്കുഴൽ പോലുള്ള ഈ വാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ തകില് കുട്ടിയിട്ടും മറ്റൊക്കെയാണ് അവരിത് ചെയ്യാറുള്ളത്.
മറ്റൊരു കാര്യം അവർ പറയുന്നത് അവരുടെ ഈ ഒരു റിച്വൽസിനെ കുറിച്ച് പറയുന്നത് അവർക്ക് പ്രായപൂർത്തിയായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട റിച്വൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല. ഈ ചെറുക്കന്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിച്ചതിന് ശേഷം ഒരു സാരി കൊടുക്കുന്ന ചടങ്ങൊക്കെയാണ് അതിനകത്തുള്ളത്. പക്ഷെ അതിന് പ്രാധാന്യം ഇല്ല അവരെന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ഇവർ ജന്മിയുടെ വയലിലേക്ക് ജോലി എടുക്കാൻ പോവുക എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ വേറൊന്നും സംഭവിക്കാനുള്ള എന്നുള്ള കാരണം കൊണ്ടാണ്. ദ ലിറ്ററസി പ്രോഗ്രാം ഓർ ദ ലാക്ക് ഓഫ് ഇറ്റ്. പിന്നീട് പറയുന്നത് സാക്ഷരതാ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. ദെൻ ഷീ റിമെമ്പേഴ്സ് ലിറ്ററസി ക്യാമ്പയിൻ ദാറ്റ് ഹാപ്പൻഡ്. ആ കാലഘട്ടത്തിലാണ് പിന്നീട് അവിടെ ഈ സാക്ഷരതാ ക്യാമ്പയിനുകളൊക്കെ വരുന്നത്. ഇറ്റ് വാസ് എ ഹയർ കാസ്റ്റ് ഗേൾ ഹൂ ടോട്ട് ദം. ഉയർന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നത്. ഓൾദോ ദാറ്റ് ഗേൾ വാസ് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ കളക്ടിങ് ഓൺ അലവൻസ് ആൻഡ് നോട്ട് കമ്മിറ്റഡ് ടു ടീച്ചിങ് ദം. പക്ഷെ ഇവരെ പഠിപ്പിക്കാൻ വന്നിരുന്ന ആളുകൾക്ക് ഇവരെ പഠിപ്പിക്കണം എന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവരെ എങ്ങനെ പഠിപ്പിക്കാൻ വരുന്നതിന് അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു അലവൻസ് കിട്ടുന്നുണ്ട്. ആ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുത്തു എന്നുള്ളതിന്റെ രേഖകൾ ഉണ്ടാക്കാൻ മാത്രമാണ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അല്ലാതെ ഇവരെ എങ്ങനെ പഠിപ്പിക്കുന്നതിന് അവർ താല്പര്യം കാണിച്ചിരുന്നില്ല എന്ന് പറയുന്നു. Then only women showed any interest in learning and men avoided them. ഇനി അഥവാ തന്നെ ഈ ക്ലാസ്സുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് സ്ത്രീകൾ മാത്രമാണ് പോയിരുന്നത്. പുരുഷന്മാർ ഇത്തരം കാര്യങ്ങൾ അധികം താല്പര്യം കാണിച്ചിരുന്നില്ല. Some started to learn, including the narrator, but the program didn't continue. കുറച്ച് പേരൊക്കെ അങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ഈ പ്രോഗ്രാം ഇങ്ങനെ തുടർന്നു പോയില്ല. ഒന്ന്, ഇത് പഠിപ്പിക്കാൻ വരുന്ന ആളുകൾക്ക് തന്നെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. രണ്ട്, ഇവർ വൈകുന്നേരം വരെ വയലിൽ ജോലി ചെയ്തതിന് ശേഷം എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതി, ഉറങ്ങിയാൽ മതി എന്നുള്ള മൈൻഡായിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ രാത്രി സമയത്ത് ക്ലാസ്സുകളിലേക്ക് പോകാനുള്ള താല്പര്യം പതിയെ കുറഞ്ഞുകൊണ്ട് ആ ഒരു പ്രോഗ്രാം അവിടെ അവസാനിച്ചു. ആഫ്റ്റർ ദാറ്റ് എ ഗ്രൂപ്പ് കോൾഡ് സോളിഡാരിറ്റി കെയിം ടു ടീച്ച് ദം ആൻഡ് ദേ വേർ ഡെഡിക്കേറ്റഡ് ടു ദെയർ മിഷൻ. പിന്നീടാണ് സോളിഡാരിറ്റി എന്ന പേരുള്ള ഒരു ഗ്രൂപ്പ് അവിടേക്ക് വരുന്നത്. അവരാണെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഈ ട്രൈബൽ വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവര് ഇവരെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. ഷി ഫോൺലി റിമെമ്പേഴ്സ് എ മാൻ നെയ്മഡ് സിബി ഹു വാസ് കമ്മിറ്റഡ് ടു ദ കോഴ്സ്. സിബി എന്ന പേരുള്ള ഒരാളെ കുറിച്ചിട്ട് അവർ ഓർക്കുന്നുണ്ട്. ഈ സോളിഡാരിറ്റിയുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ഇവരുടെ കുടിലുകളിൽ വന്നിട്ട് അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ടാണ് അവർ ഓർക്കുന്നത്. ഡിസല്യൂഷൻമെന്റ് വിത്ത് ദ പാർട്ടി. ഷി വാസ് എൻ ആർഡന്റ് വർക്കർ ഓഫ് ദ പാർട്ടി CPIM ആൻഡ് ഓർഗനൈസ്ഡ് ട്രൈബൽ പീപ്പിൾ. പിന്നീട് ഇക്കാലത്ത് ഇവർ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് ഈ ഗോത്ര വിഭാഗത്തിലെ ആളുകളെ സംഘടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിരുന്നു. ഷി വർക്ക്ഡ് ഫോർ കർഷക സംഘം ആൻഡ് കർഷക തൊഴിലാളി യൂണിയൻ. ഈ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നീ സംഘടനകൾക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് പലപ്പോഴും മീറ്റിങ്ങുകളൊക്കെ രാത്രിയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സമയത്ത് മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ പലതും പറയുന്നതിനെ കുറിച്ചിട്ടുള്ള അവരുടെ പ്രയാസങ്ങളെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ മീറ്റിങ്ങിൽ പോകുന്നതിലൂടെയാണ് അവർക്ക് പല ആളുകളെ കാണാനും അതുപോലെ തന്നെ മറ്റ് ഗോത്ര വിഭാഗത്തിലെ ആളുകളെ പരിചയപ്പെടാനൊക്കെ സാധിച്ചെന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. She remembers going to party rallies in lorries held in the town and how she enjoyed reciting slogans. പിന്നീട് അവർ ഓർക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സമ്മേളനങ്ങൾക്ക് പോയിരുന്ന കാര്യമാണ്. ഈ ലോറിയിലൊക്കെയാണ് ഇവർ ടൗണിലുള്ള സമ്മേളനത്തിന് പോയിരുന്നത്. അങ്ങനെ സമ്മേളനത്തിന് പോകുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ അവർക്ക് അന്ന് വളരെ ഇഷ്ടമായിരുന്നാണ് അവർ പറയുന്നത്. However, she realized that the party was not committed to them and often sided with the Jenmis and migrants for power and money. പക്ഷെ പിന്നീട് അവർക്ക് പല അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് പാർട്ടി ഇവരുടെ കൂടെയല്ല എന്നുള്ളതും, ഒരു പ്രശ്നം വരുന്ന സാഹചര്യത്തിൽ ജന്മിമാരുടെയും അതുപോലെ തന്നെ ഈ കുടിയേറ്റക്കാരുടെയും കൂടെയാണ്. അതായത് ഇവർക്ക് കൂലി കൂടുതൽ ചോദിക്കുന്ന സാഹചര്യത്തിലോ ഇവരുടെ ഭൂമി പ്രശ്നം വരുന്ന സാഹചര്യത്തിലോ ഇവരുടെ കൂടെ പാർട്ടി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് പല അനുഭവങ്ങളിലൂടെയും മനസ്സിലായി എന്നവർ പിന്നീട് പറയുന്നുണ്ട്. ദെൻ ഷി ഓൾസോ റിമെമ്പേഴ്സ് ഹൗ ട്രൈബൽ പീപ്പിൾ അഡ്മയർഡ് വർഗീസ് ആൻഡ് ഹിസ് കോസ്. പിന്നീട് ഇവർ ഓർക്കുന്നത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഗോത്ര വിഭാഗത്തിലെ ആളുകൾ വർഗീസിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നതും അതുപോലെ തന്നെ വർഗീസിനെ ഇവർ വളരെയധികം ആരാധിച്ചിരുന്നതും.
വർഗീസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഭയത്തോട് കൂടിയിട്ടാണ്. വർഗീസിന് ഭയമല്ല, പോലീസുകാരെ ആണ് വർഗീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നക്സൽ വർഗീസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹം ഇതുപോലെ ഗോത്ര വിഭാഗങ്ങളിലെ ആളുകൾക്ക് വേണ്ടി പോരാടുകയും ഒരുപക്ഷെ കുറച്ചൊക്കെ അക്രമ സമരത്തിന്റെ മാർഗമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ജന്മിമാരെയൊക്കെ വധിക്കുക, അതുപോലെ കയ്യേറുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു ഈ നക്സൽ വർഗീസ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഇവർക്ക് കൂലി കൊടുക്കണം, ഇവർക്ക് കൂലി കൂടുതൽ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ജന്മിമാരുടെ അടുത്ത് പോയിട്ട് ചോദ്യം ചെയ്യാനും സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവരുടെ ഉള്ളിലേക്കും നക്സൽ വർഗീസ് വന്നിട്ടുള്ള കാര്യമൊക്കെ ഇവർ ഓർക്കുന്നുണ്ട്. അത്തരം ഓർമ്മകളെ കുറിച്ചിട്ട് അവരവിടെ പറയുന്നുണ്ട്. Later, she would leave the party and start organizing the tribals on their own. പിന്നീട് അവര് പാർട്ടി വിടുകയും അതുപോലെ ഈ ഗോത്ര വിഭാഗക്കാരെ അവരുടെ രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അവരുടെ ജീവിതത്തിൽ അത് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ അടുത്തതായിട്ട് നമ്മൾ പറയും. ദ മൈഗ്രൻസ് ആൻഡ് ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. പിന്നീട് അവിടേക്ക് വരുന്ന അടുത്ത വിഭാഗം ഒന്ന് കുടിയേറ്റ കർഷകരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുമാണ്. അൺലൈക്ക് ദ ജെൻമീസ്, ദ മൈഗ്രൻസ് വേർ പീപ്പിൾ ഹു യൂസ് ടു ഫാം ആൻഡ് വർക്ക് ഓൺ ലാൻഡ്. ഈ ജന്മിമാരെ പോലെയല്ല ഈ കുടിയേറ്റ കർഷകര് ഭൂമിയിൽ ജോലി എടുക്കുന്നവരും കൃഷി ചെയ്ത് പരിചയമുള്ള ആളുകളുമായിരുന്നു. ദേ ഹൗഎവർ സ്റ്റോപ്പ്ഡ് കൾട്ടിവേറ്റിംഗ് പാഡി ആൻഡ് സ്റ്റാർട്ടഡ് ക്യാഷ് ക്രോപ്സ്. പക്ഷെ അവർ വന്നിട്ട് ഈ നെൽകൃഷിയൊക്കെ നിർത്തിയിട്ട് ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ നാണ്യവിളകൾ, ഈ റബ്ബർ, കുരുമുളക്, അടയ്ക്ക, കാപ്പി തുടങ്ങിയ അങ്ങനത്തെ സാധനങ്ങൾ അവർ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ദ മൈഗ്രൻസ് ഓൾസോ ടുക്ക് ദെയർ ലാൻഡ്, സംടൈംസ് എക്സ്പ്ലോയിറ്റിംഗ് ദി ഇഗ്നോറൻസ് ഓഫ് ട്രൈബൽ മെൻ ബൈ ഗിവിംഗ് ദം തോടി ആൻഡ് അരക്ക്. ഇനി ഈ കുടിയേറ്റ കർഷകരും ഇവരുടെ ഭൂമി തട്ടിയെടുക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവര് അറിവില്ലാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും ആയത് കാരണം കൊണ്ട് ഇവരെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. പലപ്പോഴും ഇവരുടെ പുരുഷന്മാർക്ക് ഈ മദ്യം വാങ്ങി കൊടുത്തിട്ടും ചാരായം വാങ്ങി കൊടുത്തിട്ടും ഒക്കെയാണ് ഇവരുടെ ഭൂമി അവർ തട്ടിയെടുത്തിരുന്നത്. ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ സർവൈവ് ദ ഫോറസ്റ്റ്, പ്രൊഹിബിറ്റിംഗ് ദം ഫ്രം ഫാമിംഗ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാര്യമായിട്ട് സർവേ ചെയ്തിട്ട് ഇതൊക്കെ കാടാണെന്ന് പറയുകയും കാട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല, മരം വെട്ടിയിട്ട് കൃഷി ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. Then, with the disappearance of paddy fields, work becomes scarce. അങ്ങനെ ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത് ഈ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ജോലികളാണ്. അത് അവിടെ ഇല്ലാതായത് കൂട്ടിയിട്ട് ഇവർക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യമായി. ദിസ് ന്യൂ സിറ്റുവേഷൻ ഓൾസോ മെന്റ് ദാറ്റ് ദേ നീഡഡ് മണി ഫോർ ഫുഡ്. മറ്റൊരു കാര്യം വരുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ പണം വേണം എന്നുള്ള സാഹചര്യം ഉണ്ടായി. ഇത്രയും കാലം അവർക്ക് പണത്തിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല, കാരണം അവർക്ക് കൃഷിയിൽ നിന്ന് ഭക്ഷണം ലഭിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ കൃഷി ഇല്ലാത്തൊരു സാഹചര്യം വന്നതോട് കൂടിയിട്ട് അവർക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അവർക്ക് പണം വേണം എന്നുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടായി. ദേ വെന്റ് ടു ടൗൺ ഫോർ മീനിയൽ ജോബ്സ്. അങ്ങനെ അവർ പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ എടുക്കാൻ വേണ്ടി പോകും. അതായത് ഇവർക്ക് വിദ്യാഭ്യാസവും ഇല്ല, അറിവും ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്ന് പറയുന്നത് ഈ കൂലിപ്പണി പോലുള്ള ജോലികളാണ്. അതായത് ഏതെങ്കിലും ഹോട്ടലുകളിൽ ഈ വെയിറ്ററായിട്ടോ അല്ലെങ്കിൽ അവിടെ പാത്രം കഴുകുന്ന ജോലിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വേലക്കാരായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇവർ പോവേണ്ടി വരുന്നത്. ദ നരേറ്റർ ഹെർസെൽഫ് ഹാഡ് ഗോൺ ടു ലേൺ ടൈലറിങ്. നമ്മുടെ നരേറ്റർ ഈ കാലഘട്ടത്തിൽ ടൈലറിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയൊരു സാഹചര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ടൈലറിങ് പഠിക്കാൻ പോയ സാഹചര്യത്തിലാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ആദിവാസി വിഭാഗങ്ങളിൽ മാത്രമല്ല മിഡിൽ ക്ലാസ് വീടുകളിലും പോലും പലപ്പോഴും പട്ടിണിയൊക്കെ ഉണ്ടാവാറുണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. ദെൻ ദേ വേർ സൂൺ ടേൺഡ് ഇൻ ടു കോളനീസ്, ഓൾവേസ് വെയിറ്റിംഗ് ടു ഫിൽ അപ്ലിക്കേഷൻ ഫോംസ്. പിന്നീട് ഇവർ എന്തായി മാറി, ഈ സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത, സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അതായത് ഇവർക്ക് വീടിന് രേഖകളില്ല, സ്ഥലത്തിന് രേഖകളില്ല, വീടിന് നമ്പറില്ല. വീടിന് നമ്പർ ഇല്ലാത്ത കാരണം കൊണ്ട് റേഷൻ കാർഡില്ല, റേഷൻ കാർഡ് ഇല്ലാത്ത കാരണം കൊണ്ട് അവർക്ക് റേഷൻ കാർഡിൽ നിന്ന് അരി ലഭിക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നീട് അങ്ങോട്ട് അവർ ഒരുപാട് സർക്കാരിന്റെ അപ്ലിക്കേഷൻ ഫോമുകൾ പൂരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ബട്ട് ദ പ്രോഗ്രാംസ് ലൈക്ക് റോഡ്സ് വേർ ടു ഹെൽപ്പ് അതേഴ്സ് ദാൻ ദം. പക്ഷെ സർക്കാരിന്റെ പല പദ്ധതികളും ഇവരെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെയാണ് സഹായിച്ചിരുന്നത്. അതായത് ഇവർക്ക് റോഡൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് പോലും ഒരു വാഹനമില്ല. പിന്നെ എന്തിനാണ് ഇവർക്ക് റോഡ് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അതായത് ഈ റോഡ് ഇവരുടെ അടുത്തേക്ക് ഈ വരുന്ന മറ്റ് കച്ചവടക്കാർ, ഇവരുടെ അടുത്തേക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി വരുന്ന ബാങ്കിന്റെ ആളുകൾ,
അവർക്കാണ് റോഡ് കൊണ്ട് ഉപയോഗം, അല്ലാതെ ഇവർക്കല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ രീതിയിൽ അവർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവർക്ക് ഉപകാരപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന സാഹചര്യമാണെന്നാണ് അവർ പറയുന്നത്. അജിറ്റേഷൻ ആൻഡ് ഓക്യുപ്പേഷൻ. ഇനി അവസാന ഭാഗത്തിൽ പറയുന്നത്, ഇറ്റ് വാസ് വെൻ ദ മൈഗ്രൻസ് ടുക്ക് ദെയർ ആൻസെസ്ട്രൽ ബെറിയിങ് ലാൻഡ് ദാറ്റ് ദേ ഫൈനലി റിയാക്റ്റഡ്. അപ്പൊ ഇവർ സാധാരണഗതിക്ക് ഒന്നും പ്രതികരിക്കാതില്ല, കൂലി കൂട്ടി ചോദിക്കാൻ പേടിയാണ്, ജന്മിമാരെ പേടിയാണ്, എല്ലാവരും പേടിയാണ് ഇവർക്ക്, ഇങ്ങനെ പ്രതികരിക്കാനോ ചോദ്യം ചെയ്യാനോ അറിയാത്ത ആളുകളാണ്. അവസാനം ഇവർ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇവരുടെ ആൻസെസ്ട്രൽ ബെറിയൽ ലാൻഡ്, അതായത് ഇവരുടെ ഈ പൂർവികരായിട്ടുള്ളവരെ, മരിച്ചുപോയവരെ അടക്കം ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലവും ഈ കുടിയേറ്റക്കാർ വന്നിട്ട് കൈയേറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഇവർക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്. ദേ ക്ലെയിംഡ് ദ ലാൻഡ് ബാക്ക് ആൻഡ് ഫെൻസ്ഡ് ഇറ്റ്. അപ്പൊ അവര് തിരിച്ചു പോയിട്ട് ആ ഭൂമി അവരുടേതാണെന്ന രീതിയിൽ അവരവിടെ വേലി കെട്ടുകയൊക്കെ ചെയ്തു. സ്വാഭാവികമായിട്ടും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. ബട്ട് ദ പോലീസ് സൈഡിങ് വിത്ത് ദ മൈഗ്രൻസ് ബീറ്റ് ആൻഡ് അറസ്റ്റഡ് ദം. പോലീസുകാർ വന്നിട്ട് ഈ കുടിയേറ്റക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഈ ആദിവാസികളായിട്ടുള്ള ആളുകളെ അവര് മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയാണ് അവിടെ ഉണ്ടായത്. They would then go to march to police station, but people with the power sided with the migrants. അവരെന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സ്ത്രീകളെല്ലാം കൂടി മാർച്ച് ചെയ്യാനൊക്കെ പോയിരുന്നു. പക്ഷെ പോലീസുകാർ അതിൽ കുറച്ചൊന്നും മയപ്പെടാൻ തയ്യാറായെങ്കിലും ഈ അധികാരമുള്ള ആളുകളൊക്കെ ഈ കുടിയേറ്റക്കാരുടെ ഒപ്പവും ജന്മിമാരുടെ ഒപ്പമൊക്കെയാണ് നിന്നിരുന്നതെന്ന് അവർ ഓർക്കുന്നു. ഇറ്റ് വാസ് ദെൻ ഷീ ലെഫ്റ്റ് ദ പാർട്ടി ആൻഡ് സ്റ്റാർട്ടഡ് ഓർഗനൈസിങ് ഓൺ ദെയർ ഓൺ. ഈ ഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പിന്നീട് ഒരു ഘട്ടത്തിൽ പാർട്ടി വിടുന്നു എന്നുള്ളത്. ഈ ഒരു അവസരത്തിലാണ് പാർട്ടി അവരുടെ കൂടെ നിന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അവർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതും സ്വന്തമായിട്ട് സംഘടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത്. Then they also encroached on land at other places, including Kundara and Munnar. പിന്നീട് ഇവർക്ക് ഇങ്ങനെ ഭൂമി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, ഇവർക്ക് കൃഷി ചെയ്യാനും കഴിയാത്ത സാഹചര്യത്തിൽ ഇവര് പൂർവികരായിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അത്തരം ഭൂമികൾ ഇവർ കുടില് കെട്ടിയിട്ട് സമരം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് ഈ കുണ്ടറ സമരമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അത്തരം സമരമാണ്. മുത്തങ്ങ സമരത്തെ കുറിച്ചിട്ടും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ ഇവർ കുടില് കെട്ടിയിട്ട് ഇവരുടെ ഭൂമി ഇവർ തിരിച്ചു പിടിക്കുന്ന രീതിയിലുള്ള സമരങ്ങൾ ചെയ്യുകയാണ്. She then talks about the unity of women in their community and how their fights are for the ownership of the rightful land. പിന്നീട് അവരുടെ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് സ്ത്രീകളുടെ ഒരു ഐക്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അവർ പറയുന്നത് അവരുടെ ഈ സമരങ്ങളെല്ലാം തന്നെ അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള അവരുടെ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ഇതിലെ എസ്ഐ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന് ഉപയോഗിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ക്വസ്റ്റ്യനിങ് ഇൻഡിജിനസ് റൈറ്റ്സ്. Janu's narrative in Mother Forest critically questions the place and the rights of indigenous people in independent India, highlighting their struggle for existence. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട തീമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇൻഡിജിനസ് പീപ്പിൾ അല്ലെങ്കിൽ ഈ ഗോത്ര വിഭാഗത്തിലെ ആളുകളുടെ ഇന്നത്തെ ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു സ്ഥാനവും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ സമരവുമാണ്. ഡിപ്പെൻഡൻസി ഓൺ ലാൻഡ് ആൻഡ് ഫോറസ്റ്റ്. The Adiyas, like other Adivasi communities, are portrayed as self-sufficient and autonomous, depending on their land and forest for livelihood. മറ്റൊരു കാര്യം പറയുന്നത് ഇവർ സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നുള്ളതാണ്. ഇവരുടെ ഈ ഒരു ഫോറസ്റ്റിനെയും അതുപോലെ കൃഷിഭൂമിയെയും ആശ്രയിച്ചുകൊണ്ട് അവർക്ക് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. This dependence forms a central theme in their narrative, which got disrupted due to the arrival of external powers. ഇനി ഈ ഒരു സാഹചര്യത്തിന് മാറ്റം ഉണ്ടാവുന്നത് അവിടേക്ക് എക്സ്റ്റേണൽ പവേഴ്സ് കടന്നു വരുമ്പോഴാണ്. ആദ്യം ജന്മിമാരും പിന്നീട് കുടിയേറ്റക്കാരും പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വന്ന് അവരുടെ കാടിന്റെ മേൽ അധികാരം സ്ഥാപിക്കുന്ന സാഹചര്യത്തിലാണ് അവർക്ക് ഈ സെൽഫ് സഫിഷ്യൻസി നഷ്ടപ്പെടുന്നത്. എൻവയോൺമെന്റൽ കൺസർവേഷൻ ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. The narrative emphasizes the cultural and spiritual significance of the forest for the Adiya community. അപ്പോൾ ഇവരുടെ അതിജീവനത്തിൽ ഈ ഫോറസ്റ്റിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം അവരവിടെ പറയുന്നുണ്ട്. ആൻഡ് ക്രിട്ടിസൈസ് ദ സിവിലൈസ്ഡ് സൊസൈറ്റീസ് ഹിപ്പോക്രസി ഇൻ കൾച്ചർ പ്രിസർവേഷൻ. ഇനി ഈ പുരോഗമന സമൂഹം അല്ലെങ്കിൽ സിവിലൈസ്ഡ് സമൂഹം എന്ന് പറയുന്ന ഇവർക്ക് പുറമെ നിൽക്കുന്ന ആധുനിക മനുഷ്യർ അവരുടെ ഈ ഒരു
കൾച്ചറുമായി ബന്ധപ്പെട്ടും എൻവയോൺമെന്റിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകൾ ഹിപ്പോക്രസിയാണുള്ളത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. അതായത് ഇവരുടെ ഈ ഒരു കൾച്ചർ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ആചാരങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവരെ ഇങ്ങനെ ഈ ആചാരങ്ങളുടെ വേഷം കെട്ടിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു കാഴ്ചവസ്തുവായിട്ട് മാത്രമാണ് ഇവരെ കാണുന്നത്. അവരുടെ ആചാരങ്ങളെ കുറിച്ച് പറയുന്ന സമയത്തും കാടിനെ കുറിച്ച് പറയുന്ന സമയത്തും ഇവരുടെ ജീവന് ഒരു വില കൽപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ വിമർശിക്കുന്നത്. Then, impact of state policies. The narrative exposes the authoritarianism of state policies that displace indigenous people from their original habitats. മറ്റൊന്ന് ഈ സ്റ്റേറ്റ് പോളിസി, അതായത് വികസനത്തിന്റെ പേരിൽ ഇവരെ കുടിയിറക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഇവരവിടെ പറയുന്നത്. Then, this displacement results in their helplessness and challenges their existence. അതായത് ഈ കാടിനകത്ത് ജീവിച്ചിരുന്ന ആളുകൾ അവിടെ വികസനത്തിന്റെ പേരിൽ അവരെ കുടിയൊഴിപ്പിക്കുകയും അതിനുശേഷം അവരെ മറ്റു കോളനികളിലേക്ക് സെറ്റിൽമെന്റ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ പവേഴ്സ്. ക്യാപിറ്റലിസ്റ്റ് ആൻഡ് കാസ്റ്റീസ്റ്റ് പവേഴ്സ് ഇൻ ഇന്ത്യ ഓപ്പറേറ്റ് ടു അണ്ടർമൈൻ ട്രൈബൽ നോളജ് സിസ്റ്റംസ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. മറ്റൊന്ന് ഈ ക്യാപിറ്റലിസ്റ്റ് കാസ്റ്റിസ്റ്റ് പവേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആണ്. അതായത് ഇവരുടെ ജീവിത രീതികൾക്ക് നിലവാരമില്ല എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇവരെ മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടി പ്രഷറൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് അവർ പറയുന്നു. ഇമ്പാക്ട് ഓഫ് സോഫ്റ്റ് പവർ. ഇനി സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. The narrative highlights the impact of soft power on tribal communities, including alcoholism, addiction, and alienation from their land and culture. ഈ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ബലം പ്രയോഗിച്ച് അവരെ അവരുടെ സ്ഥലത്ത് നിന്ന് പുറത്താക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ കണ്ടു അവർക്ക് കള്ളു വാങ്ങി കൊടുത്തിട്ടും അവരെ പറ്റിച്ചുകൊണ്ടും ഒക്കെയാണ് അവരുടെ ഭൂമി തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. മറ്റൊന്ന് അവരുടെ ഭൂമിയിൽ തന്നെ അവരെ അടിമകളെ പോലെ ജോലി ചെയ്യിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. സത്യത്തിൽ അവരെ അവിടെ അടിമകളാക്കുന്നില്ല, പക്ഷെ ഫലത്തിൽ അവരവിടെ അടിമകളെ പോലെയാണുള്ളത്. അതാണ് ഈ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. അതായത് വലിയ ബലം പ്രയോഗിക്കാതെ അവരെ ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം പറയുന്നു. ദിസ് ലീഡ്സ് ടു ഫർദർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മാർജിനലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ ചൂഷണത്തിലേക്ക് വഴിവെക്കുന്നു. ക്രിട്ടിക് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. ദ നരേറ്റീവ് critiques government's approach towards assimilating Adivasi communities to become developed, which often leads to exploitation and dispossession of their lands. ഇനി ഈ ആദിവാസി വിഭാഗങ്ങളെ ഡെവലപ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് സിവിലൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് അവർക്ക് അവരുടെ ജീവിത രീതി നഷ്ടപ്പെടുകയും എന്നാൽ ഈ സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമായിട്ട് അവർ മാറുന്ന സാഹചര്യമാണുള്ളത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.